ഹേ ഗൈസ് വെൽക്കം ബാക്ക്. അങ്ങനെ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞിരുന്നത് നമ്മുടേത് 1/5 സ്കെയിൽ ക്രോളറായിട്ട് നമ്മൾ ഓഫ് റോഡിങ്ങിന് വരുന്നു. ഞാനിപ്പോൾ വാഗമണിലാണ് കറൻലി ഉള്ളത്. നമ്മൾ ഇതിന് മുന്നേ ഓഫ് റോഡ് ചെയ്ത സ്ഥലമാണിത്. ഇവിടെ കുറച്ച് അത്യാവശ്യം നല്ല കിടിലം ഓഫ് റോഡ് ടറൈനൊക്കെ ആയതുകൊണ്ട് നമുക്ക് ഈ വണ്ടിയുടെ പെർഫോമൻസ് നമുക്ക് ഇവിടെ എങ്ങനെയുണ്ടെന്ന് നോക്കാം. ഓക്കെ, അപ്പോൾ ഈ ബാക്ക്ഗ്രൗണ്ടിൽ കാണുന്നതാണ് നമ്മുടെ ടറൈൻ. സോ നമുക്ക് പോവാം അല്ലേ. അപ്പോൾ ഇവൻ്റെ ബാക്കി ഒരു ഡീറ്റെയിൽഡ് വീഡിയോ ഇതിൻ്റെ ഒരു സ്പെക്കും കാര്യങ്ങളെല്ലാം ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. സോ ഇന്ന് നമ്മൾ ഇവൻ്റെ ഓഫ് റോഡ് കേപ്പബിലിറ്റിയാണ് നോക്കാൻ പോകുന്നത്. ഓക്കെ, ലെറ്റ്സ് ഗോ ഗൈസ്, കം ഓൺ. സോ ഗൈസ്, ഇവിടെ ഭയങ്കര സ്ലിപ്പറി ആയിട്ടുള്ളൊരു ടറൈനാണ്ടോ. വണ്ടിയുടെ ഡ്രാഗ് ബ്രേക്കൊക്കെ സെറ്റ് ചെയ്യാനുണ്ട്. അതൊന്നും സെറ്റല്ല ആക്ച്വലി. ഭയങ്കര സ്ലിപ്പാണ്. യെസ്, സത്യം പറയുന്നത് ലോ ഗിയറിൽ ഓടിക്കുമ്പോൾ തന്നെ നമ്മുടെ ബാക്കിയുള്ള വണ്ടിയുടെ ഹൈ ഗിയറിലിട്ട് ഓടിക്കുന്ന പോലത്തെ സ്പീഡാണ് നമുക്ക് കിട്ടുന്നത്. നമ്മളിപ്പോൾ ഡിഫൊക്കെ ലോക്ക് ഓൾറെഡി ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഡിഫൊക്കെ ഓപ്പൺ ചെയ്തിടാം. ആവശ്യമുള്ള സമയത്ത് മാത്രം നമുക്ക് ലോക്ക് ചെയ്തിട്ട് നമുക്ക് ഓഫ് റോഡ് ചെയ്യാം. അപ്പോൾ ഇനിയുള്ള ടറൈൻ എന്ന് പറഞ്ഞാൽ ഇത്രയും വലിയ വലിയ കല്ലുകളാണ്. അപ്പോൾ ഇതിലൂടെ എങ്ങനെ നമ്മുടെ സോ ഇവിടെ കാണുന്ന കല്ലുകളും കാര്യങ്ങളെല്ലാം ഉണ്ടല്ലോ, അത്യാവശ്യം നല്ല വലിയ 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 കല്ലുകളാണ്. നമ്മളിവിടെ ഇതിന് മുന്നേ 1/10 ഓഫ് റോഡ് ചെയ്തതാണ്. പക്ഷേ ഈ കല്ലുകളൊക്കെ കറക്റ്റ് നമ്മൾ 1/5 പറ്റിയ സൈസിലാണ് ഇരിക്കുന്നത്. നോക്കിയോ എങ്ങനെ നമ്മുടെ വണ്ടി പെർഫോം ചെയ്യുമെന്നൊക്കെ നമുക്ക് നോക്കാം. നമ്മുടെ ഡിഫ് ഓപ്പണാണ്, ലോക്കല്ല ഇപ്പോഴും. നമുക്ക് അത്യാവശ്യ ഘട്ടങ്ങളിൽ മാത്രം ഇനിയിപ്പോൾ ഡിഫ് ലോക്ക് ചെയ്ത് എടുക്കാം. ഇപ്പോൾ ഇത് ഈ ഒരു സ്പേസിൽ കൂടെ നമുക്ക് കയറി പോകാൻ പോകുന്നത്. ഇവിടെ നമ്മുടെ ഡിഫ് ഓപ്പൺ ആയിട്ട് തന്നെ നമ്മുടെ വണ്ടി കയറുമോ എന്നുള്ള കേസ് നമുക്ക് നോക്കാം. ഓ, ഈസി ആയിട്ട് കയറി കേട്ടോ, ഈസി ആയിട്ട് കയറി. അപ്പോൾ ഇവിടെ നമ്മുടെ ഈ സൈഡ് സ്റ്റക്കാണ്. ഈ സൈഡ് ടയർ കറങ്ങുന്നില്ല, ആ സൈഡ് ടയർ ഇങ്ങനെ സ്പിൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ വണ്ടി ഡിഫ് ഓപ്പണാണ്. ഇനി നമ്മൾ ഡിഫ് ലോക്ക് ചെയ്യണം. 2 ഡിഫ് ലോക്ക് ചെയ്ത് ഇനി കയറി നോക്കിയോ, കണ്ട ഈസി ആയിട്ട് കയറി. ശരിക്കും നമ്മുടെ കറക്റ്റ് 1/5 പറ്റിയ ഒരു കറക്റ്റ് ഒരു സ്കെയിലായിട്ടുള്ളൊരു വഴി. ഈസി ആയിട്ടാണ് കയറി പോകുന്നത്, ഈസി ആയിട്ട്. ഓക്കെടാ, കട്ട് ചെയ്തോ. സാധാരണ ഈ സമയത്തൊക്കെ ഇവിടെ നല്ല നല്ല വെള്ളങ്ങൾ ഒലിച്ചു വരേണ്ട സമയം കഴിഞ്ഞു. പക്ഷേ എനിക്ക് തോന്നുന്നു കുറച്ചും കൂടി കഴിയുമ്പോഴത്തേക്കും വരുമായിരിക്കും. ഇവിടുത്തെ ടറൈൻ എന്തായാലും ഭയങ്കര രസമാണ്. നമ്മുടെ വണ്ടിയുടെ ESCയുടെ ട്യൂണിങ് എല്ലാം ഒന്ന് സെറ്റ് ചെയ്യാനുണ്ട്, ഡ്രാഗ് ബ്രേക്ക് സെറ്റ് ചെയ്യാനുണ്ട്, അങ്ങനെ കുറച്ച് പണികളുണ്ട്. കാരണം ഇവിടെ വന്നപ്പോഴാണ് നമുക്ക് മനസ്സിലായത് വണ്ടി ഇറങ്ങിപ്പോവാണ്. ഇങ്ങനെ നിർത്തിയാലും കണ്ടോ ഇറങ്ങിപ്പോവും. അപ്പോൾ നമുക്ക് ഡ്രാഗ് ബ്രേക്കും പരിപാടിയൊക്കെ ഒന്ന് സെറ്റ് ചെയ്യണം. അപ്പോൾ ഇവിടെ കുറച്ച് ഭയങ്കര സ്കിഡാവാൻ ചാൻസ് ഉള്ള രീതിയിലുള്ള ഒരു ടറൈനാണ്. പക്ഷേ എങ്ങനെ പോകും നമുക്ക് നോക്കാം. അവിടെ ഈസി ആയിട്ട് കയറി, വലിയ പാടൊന്നും ഉണ്ടായില്ല.
കണ്ടോ ഈസി ആയിട്ട് പോയിട്ടോ ആ ഒരു ടെറൈൻ. നമ്മുടെ വണ്ടിയുടെ ലൈറ്റ്സ് എല്ലാം ഞാൻ അത് ഓൺ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ വണ്ടിയുടെ ഒരു ഭംഗി നിങ്ങൾക്ക് കാണാൻ പറ്റും. ഈ ഓഫ് റോഡ് ഇങ്ങനെ ആ കുലുങ്ങി അതിൻ്റെ ആ ഒരു വരവിലുണ്ടല്ലോ. സോ ഗൈസ് നമ്മുടെ വണ്ടി ഇവിടെ നല്ലൊരു സ്റ്റക്ക് കിട്ടിയിട്ടുണ്ട്. അവിടെ ഒരു വലിയ കല്ലുള്ള കാരണം നമുക്കത് ക്രോസ് ചെയ്ത് പോകാൻ പറ്റുന്നില്ല. നല്ല രീതിയിലുള്ളൊരു യമണ്ടൻ കല്ലാണ്. നടപടിയില്ല കൈസ്. നമ്മുടെ ബമ്പറും അവിടെ ഇവിടെയൊക്കെ കുത്തിയിട്ടുണ്ട് സംഭവം. യെസ്, കാരണം ഈ ഒരു ടറയിലാണ് നമ്മുടെ വണ്ടി പെട്ടത്. സോ ഗൈസ് അങ്ങനെ നമ്മളിത് ഇറങ്ങി വന്നിട്ടുണ്ട്. ഓ, ഇതിൻ്റെ ഡ്രാഗ് ബ്രേക്കിൻ്റെ പ്രശ്നമുള്ളതുകൊണ്ട് അത് ഭയങ്കര കുറച്ച് സീനാട്ടോ അത്. ഇതാണ് നമ്മുടെ വണ്ടിയുടെ ഓഫ് റോഡിങ് കേപ്പബിലിറ്റി കാര്യങ്ങളെല്ലാം സ്റ്റോക്കിലുള്ളത്. ഇനി നമുക്ക് കുറച്ച് അപ്ഡേറ്റ്സ് ഒക്കെ കൊണ്ടുവരുമ്പോഴത്തേക്കും നമുക്ക് ബാക്കിയുള്ള പരിപാടികളോട്ടൊക്കെ പോകാം. പിന്നെ ഇതൊരു ചെളിയിലൊന്നും ഇറക്കാൻ പറ്റത്തില്ല. ചെളിയിൽ നമുക്ക് വേറൊരു വീഡിയോയിൽ നമുക്ക് കൊണ്ടുവരുന്നുണ്ട്. സോ വണ്ടി അടിയിലാണ്. പിന്നെ ഇതിൻ്റെ സസ്പെൻഷൻ ഈ കാണുന്ന ഒരു ആക്ഷൻ ഉണ്ടല്ലോ, ഇത് നമുക്ക് മാറ്റിയിട്ട് അവർ തന്നെ കമ്പനി തന്നെ ഒരു കുറച്ചും കൂടി ഹാർഡായിട്ടുള്ള സസ്പെൻഷൻ തന്നിട്ടുണ്ട്. അത് നമുക്ക് വേണമെങ്കിൽ ഇടാൻ പറ്റും. അപ്പോൾ ഈ ഇത്രയും ഷെയ്ക്ക് വേണമെങ്കിൽ കുറയും. പക്ഷേ ഈ ഷെയ്ക്കാണ് ഇതിൻ്റെ ഒരു ആക്ച്വലി ഭയങ്കര രസം. അപ്പോൾ പറഞ്ഞ പോലെ നമ്മുടെ ഈ വണ്ടിയുടെ ഓഫ് റോഡിങ് വീഡിയോ നമ്മൾ ചെയ്താൽ അവസാനിപ്പിക്കുകയാണ്. സോ നെക്സ്റ്റ് വീഡിയോയിൽ കാണാൻ പറ്റും.